ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ പ്രേക്ഷകരുടെ ഏറ്റെടുക്കട്ടെ അല്ലേ? വളരെ സന്തോഷം. രണ്ടുപേർക്കും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇവനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നീ പറ. ഇവനെക്കുറിച്ച് നീയും പറ. കിരണിനെ പറ്റി എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ നല്ലൊരു ആക്ടറാണ്. അപ്പം എന്താ പറയുക, അവൻ്റെ വർക്കിന് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന സീരിയൽക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല കമൻസ് കൊടുക്കുക. യൂട്യൂബിലൊക്കെ നമ്മുടെ എപ്പിസോഡ്സ് വരുന്നുണ്ട്, അതിനൊക്കെ നല്ല കമൻസ് കൊടുക്കുക. അവന് വളരെ വളരെ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് കിരണിനെ പറ്റി പറയാനുള്ളത്. അപ്പം അദ്ദേഹം കള്ളം പറഞ്ഞു കഴിഞ്ഞു, താങ്കൾക്ക് കള്ളം പറയാം. അനീഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൻ വന്നത്. നീ ബൂസ്റ്റ് ചെയ്യണ്ട, സത്യമായിട്ടുള്ള കാര്യം പറ. സത്യം ഉണ്ടാ പറയണ, ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൻ വന്നത്. പിന്നെന്താ പറയടാ, എന്ത് ജെന്യൂനായിട്ടാണ് നിന്നെ പറ്റി പറഞ്ഞത്? നീ ആലോചിച്ചു, ഞാൻ എന്ത് ജെന്യൂനായിട്ടാണ് നിന്നെ പറ്റി പറഞ്ഞത്? എന്നിട്ടാണോ നീ ഇരുന്ന് ആലോചിക്കുന്നത് എന്നെ പറ്റി എന്ത് പറയണമെന്ന്? കണ്ടോ, ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ. മനസ്സിലായില്ല? നന്നായിട്ട് ചെയ്യുന്നത് അവര്. ഞാൻ അവനെ പേഴ്സണലി നോക്കുമ്പോൾ അവൻ പണ്ട് അഭിനയിച്ചിരുന്ന ലെവലിൽ ഒരുപാട് നല്ല ഗ്രോത്ത്. അഭിനയ വിലയിരുത്താനല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് പറയാം. അത് പറയാം, ഞങ്ങൾ പറയാം. സമ്മതിക്കില്ല. എന്തൊക്കെ ഓഫർ ചെയ്തിട്ടാന്നറിയോ നീ പറയാൻ പോകുന്നത്? എന്നെ പറ്റി അപ്പൊ ഞാൻ കിരണിനെ പറ്റി പറഞ്ഞു. അവൻ നല്ലൊരു ആക്ടറാണ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു ആക്ടർ. അതെ അതെ, തീർച്ചയായിട്ടും ഇവരെ തമാശ പറഞ്ഞതാണ് എങ്കിൽ പോലും. അല്ല, ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തെ പറ്റി പറയണം. തീർച്ചയായിട്ടും അത് പറയണം. എന്താ പറയുന്നത്, ലൊക്കേഷനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഡൗട്ടാണ്, ഇവന്മാരെങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ഇത്ര വലിയ സൗഹൃദം? സത്യം, അത് ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നവർ നിങ്ങൾ വിചാരിക്കും ഇവന്മാർ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും? അത്രയും എന്താ പറയുക, അത്രയും ഒരു ഫ്രീഡം ഞങ്ങൾക്കിടയിലുണ്ട്. എനിക്ക് അവനെ എന്ത് പറയാനും അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങോട്ട് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ഞങ്ങളൊരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ബൗണ്ടറി ലൈൻ, ഇത് അപ്പുറം നീ പറയാൻ പാടില്ല, അങ്ങനെ ഒരു ബൗണ്ടറി ലൈൻ ഞങ്ങൾ. അതിപ്പോൾ ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഞങ്ങൾ അങ്ങനെ ഇവർ രണ്ടുപേരും കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ രണ്ടുപേരെ രാത്രി വിളിച്ചിട്ട് കിരണ ഇങ്ങനെ എനിക്ക് 2 ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് തരണം. കാര്യം ഇപ്പം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് സീരിയൽ ലൊക്കേഷനിലൊക്കെ, പുറത്ത് അറേഞ്ച് ചെയ്യണം. അപ്പം കിരണ ഇരുന്നിട്ട് നിനക്ക് നാളെ പറ്റൂ, നിനക്ക് നാളെ പറ്റൂ. ഞാൻ ചോദിച്ചാൽ വഴി കൂടെ പോകുന്നവരല്ല വേണ്ടത്, അവൻ്റെ അടുത്തിരിക്കുന്ന എല്ലാം നല്ല നല്ല ആർട്ടിസ്റ്റുകൾ സീരിയലുള്ളവരാണ്. വൈകിട്ട് ഒരു ഗ്യാതറിങ് പോലെ ഫ്രണ്ട്സ് പോലെ ഇവർ ഇറങ്ങുക, ഒരു 8, 9 മണി 10 മണിക്കൊക്കെ. ചിലപ്പോൾ നമ്മൾ ഇന്നലെ 1:30 മണിയൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ചിരിയാണ്. ഞങ്ങൾ ചിരിക്കും സമയം. ഇത് പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ചില സമയത്തൊക്കെ ഇച്ചിരി ഒത്തുകൂടും, രണ്ടെണ്ണടിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു 2-3 ബിയർ, അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു 3 ബിയർ എടുത്ത് ഞങ്ങൾ എന്തായാലും ഞാനും ഇവനും ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് കൂടെ, അവൻ്റെ പേര് ഞങ്ങൾ പറയുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും പരസ്പരം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചെറുതായിട്ടൊന്ന് അല്ല, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ സീരിയലിൽ ഞങ്ങൾ ആദ്യം അഭിനയിക്കാൻ, ഞാൻ നായകൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സീ കേരളത്തിൽ. അപ്പോൾ അവന് നായകൻ്റെ ഫ്രണ്ടായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു. ഞാൻ കുറച്ച് ദിവസം നാളില്ലായിരുന്ന സമയത്ത് അവൻ നായകൻ്റെ ഫ്രണ്ടായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നായകൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് മുതലാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആക്ച്വലി ക്യാരക്ടർ ചെയ്യാൻ വന്നു, ഫ്രണ്ട്സായിട്ട് ചെയ്യാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരേ സീരിയലിൽ ഞങ്ങൾ ബ്രദേഴ്സായിട്ട് അഭിനയിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അത് ഞങ്ങൾ ഒരേ സീരിയലിൽ അഭിനയിച്ച കയ്യെത്തുന്നതിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരുപാട് വർഷം ശേഷം പിന്നെ ഞങ്ങൾ ഒരേ സീരിയൽ വരുന്നു, ഒരേ ഫാമിലിയിൽ ബ്രദേഴ്സായിട്ട് അഭിനയിക്കുന്നു പറയുമ്പോൾ അതും വളരെ സന്തോഷമാണ്. ശരിക്കും അത് അറിഞ്ഞ സമയത്ത് ഭയങ്കര ഹാപ്പിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇവനെ ആ കാസ്റ്റിംഗ് വരുന്നത്. ഇതിനകത്ത് ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ കിരണിൻ്റെ അടുത്ത്. കിരണിൻ്റെ ഗുരുനാഥനാണ് മനോജ് സാർ. പക്ഷെ മനോജ് സാറിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, ഇവൻ എന്തിനാണ് സോപ്പിടാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തെ. പക്ഷെ മനോജ് സാർ എന്താ പറഞ്ഞത്? മനോജ് സാറിനെ അവൻ അയച്ചു കൊടുക്കുന്നത് മനോജ് സാറെ ഞാൻ വിളിച്ചു, എൻ്റെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനതിപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെ ഉദ്ദേശം അവൻ പോലും ആ സാധനം ഷെയർ ചെയ്ത് കൊടുത്തില്ല. ഞാനാണ് മനോജ് സാറിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സാറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കിരണെ ഞാൻ ഇന്റർവ്യൂ കണ്ടു. എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ കാണിച്ച സ്നേഹമാണ് ഇപ്പോൾ നീ ഉൾപ്പെടെയുള്ള പലരിൽ നിന്നും എനിക്ക് തിരികെ കിട്ടുന്നത്. വലിയ സന്തോഷം. അദ്ദേഹം കൊടുത്തിട്ടുണ്ടത് അദ്ദേഹമാണ്. ഇതിനകത്ത് ആ പേരും ഉണ്ട് കേട്ടോ, മനോജ് ശ്രീലകന്നുണ്ട്. അദ്ദേഹം ടൈപ്പിംഗ് മെസ്സേജാണ്, വോയിസ് മെസ്സേജ് അല്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജ് ഇടുന്നവർക്ക് പലതും ഇടാം അല്ലേ? എന്തായാലും വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം ചേട്ടാ ഇപ്പം പിന്നെ ഞാൻ ചോദിച്ചു അവര് സാറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്.
ഒരിക്കലും അല്ല ചേട്ടാ, ഞങ്ങൾ ചെയ്തു പോകും, ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാണ്. കാരണം നമുക്ക് അത്രയും ഒരാളോട് വന്ന വഴികൾ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല, ഇതുവരെ വന്ന വഴി മറന്നിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ തോളിൽ കൂടെ കൈയിട്ട് നിന്നിട്ട് എനിക്കിട്ട് പണിഞ്ഞവരും എൻ്റെ കൂട്ടത്തിലുണ്ട്. അല്ല മനോജ് സാറിനെ കുറിച്ച് ഈ പറഞ്ഞതല്ല ഞാനിപ്പോൾ പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു. ഞങ്ങളെ ഈ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങളെ കാണുമ്പം അളിയാന്ന് പറഞ്ഞ് കമ്പനി അടിച്ച് നിന്നിട്ട് ഞങ്ങൾക്കിട്ട് മാറി പണി വെച്ച ടീമുകളും ഉണ്ട്. ആ ടീമുകൾ അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഇടയ്ക്കൊരു കാര്യം പറയാം. ഇതിനകത്ത് ഞാൻ ഒരു സെൽഫിഷ് ആവുമല്ല, നിങ്ങൾ രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ആങ്കറാണ്, സ്റ്റേജ് ആങ്കറാണ്. ഈ കഴിഞ്ഞ ഒരു വലിയൊരു ഷോറൂമിൽ ഇനാഗുറേഷൻ കൊല്ലം മാടൻ പിന്നെ മേവറത്ത് നടന്നു, ബൈപ്പാസ് റോഡിൽ. കാണുമ്പോൾ മനസ്സിലാവും. മറ്റ് ഷോറൂമിൻ്റെ പേരോ ബ്രാൻഡോ ഞാൻ നമ്മുടെ ചാനൽ വഴി പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ 4 വർഷം ഞാൻ വേറെ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെയിൽസിൽ. ഞാൻ അവിടെ ഈ ഒരു വലിയ സ്റ്റേജിൽ എന്നെ ഒരു ബ്ലേസറൊക്കെ ഇട്ട് കണ്ട് ഞാൻ ആ വീഡിയോ അയച്ചു തരാൻ കയറിയപ്പോൾ അവിടെ നിന്ന എന്നെ ടീം ലീഡറായിട്ട് നിന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞത്, അവിടുത്തെ ഹെഡിനോട് പറയാണ്, ജീവനോട് പറയാണ്, ഇവൻ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ എന്തിനാണ് വിളിച്ചത്, ഇവിടെ വേറൊരു ആങ്കർ ഉണ്ടായിരുന്നു, അവനെ വിളിച്ചുകൂടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ അവിടെ കയറി കാണിച്ചു കൊടുത്തു. ഇപ്പോൾ പറഞ്ഞില്ലേ കൂടെ എന്നിട്ട് അവരെ ഞാൻ കയറിയപ്പോൾ അണ്ണ സാറേ എന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ് അവിടെ എനിക്ക് മൈനസ് ഇട്ടത്. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവരത് തിരുത്തി പറയേണ്ടി വന്നു. ഇത് എന്നോട് പറഞ്ഞത് അവിടുത്തെ ഇവൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള മിസ്റ്റർ രാഹുലാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം വിഷമമാണെന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ പലരും നമ്മളെപ്പറ്റി പറയും, ഇങ്ങനെയൊക്കെ ചെയ്യും, നമ്മളതൊക്കെ ചിരിച്ച് കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയണം, ഒരു റിവഞ്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നാളെ നമ്മളെന്താണ്, നാളെ അവരെന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഏത് സിറ്റുവേഷനിലായിരിക്കും അവരെ കാണുന്നതെന്നോ നമ്മളെ ഏത് സിറ്റുവേഷനിലാണ് അവർ കാണുന്നത് നമുക്കറിയില്ല. ആയിരിക്കാം, ചിലപ്പോൾ അവരെക്കാട്ടി ഇരട്ടി മുകളിലായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ ഇങ്ങനെ തൊഴേണ്ട സിറ്റുവേഷൻ വരെ വന്നേക്കാം. അപ്പോൾ എല്ലാം ചിരിച്ച് കളയുക, സന്തോഷത്തായിട്ട് സ്മൈൽ ചെയ്തിരിക്കുക. വീണ്ടും കാണുക, അന്നേരത്തെ ഒരു ദേഷ്യം മാറിക്കഴിഞ്ഞാൽ വീണ്ടും സൗഹൃദം തന്നെ പുലർത്തുക. പിന്നെ ഒരു ഗ്യാപ്പ് മാത്രം വെക്കുക. എൻ്റെ ഒരു സ്ട്രാറ്റജി. നമ്മളടുത്ത് ഇത്രയും നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ പിന്നെയും കാണുമ്പോൾ ശരിക്കും അവനെ കൊണ്ട് പറ്റുമായിരുന്നു. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ തള്ളി പറയുകയാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ പലരും എൻ്റെ ജീവിതത്തിലൂടെ പിന്നെയും സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റില്ല. അതെ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഞാൻ എന്നാലും പറയാം, ജീവിതം ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മളെ സെന്റിമെന്റ്സിലേക്ക് പോകുന്നത് ഇന്റർവ്യൂ പോട്ടെ. അപ്പം തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂ ഒന്ന് കാണാൻ കാര്യം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പം എല്ലാ പ്രഷറോടും ഞങ്ങൾ ഇതുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ച അനീഷനോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം വീണ്ടും രണ്ടാമത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന് കാണിച്ച മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, മൂവി വേൾഡ് മീഡിയ പ്രത്യേകിച്ചും നല്ലൊരു എന്താ പറയുന്നത്, ഒരുപാട് പറയാനുണ്ട്. വളരെ എന്താ പറയുക, സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വീണ്ടും വിളിച്ചൊരു ഇൻ്റർവ്യൂ തന്നു എന്ന് പറഞ്ഞത്. നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കാര്യം ഈ വന്ന മനസ്സിന് വളരെ സന്തോഷം. ഇനിയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോവുക, ഇനിയും കോഴിത്തരങ്ങൾ കാണിക്കുക, ഇനിയും പെൺപിള്ളേരുടെ പുറകിൽ പോവുക കേട്ടോ. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് ഇറങ്ങുക മാത്രം കേട്ടോ, വെറുതെ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനി അടുത്ത നമുക്ക് എന്താ പറഞ്ഞ അടുത്ത നമ്മൾ പോയിട്ട് വരും അല്ലേ. അപ്പൊ അതുവരെ സൈനിങ് ഓഫ്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. താങ്ക് യു.